പ്രാർത്ഥന നല്ലതാണ്, സ്തുതിയും സ്തോത്രവും നല്ലതാണ്, സൽപ്രവൃത്തികൾ വളരെ നല്ലതാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട്. ദ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളത് ചെയ്തില്ല എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരത്തില്ല. ഹൗ ഡു യു വാല്യൂ ജീസസ്? ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും മുതിരുന്നില്ല. ഞാനിവിടെ കടന്നു വന്നപ്പോൾ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചനുസരിച്ച് ട്രൈബൽ മിഷനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ട് എനിക്കുണ്ട്. അത് ഞാനിവിടെ പ്രസ്താവിക്കുന്നതാണ്. എൻ്റെ ജീവിതം തന്നെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറിയ പങ്ക് വ്യക്തികളുടെ ജീവിതത്തിൽ നോക്കുമ്പോഴും, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വ്യതിചലനമാണ്, ഒരു മാറ്റമാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത്, വീണ്ടും പറയട്ടെ, നമ്മുടെ ആരുടെയും പാരമ്പര്യത്തിൻ്റെ ബലം കൊണ്ടോ, നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടോ, നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, പലപ്പോഴും വി ആർ ബോൺ ആസ് എ ക്രിമിനൽ, ബട്ട് നൗ വി ആർ ബോൺ അഗെയിൻ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത, ഞാൻ ആരെയും യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ചങ്കിൽ കൈവച്ച് പറയാം, ആരെയും ടാർണിഷ് ചെയ്യാനോ ആരോടും വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ദൈവമായ കർത്താവ് എന്നോട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച ശേഷം, ബോൺ അഗെയിൻ ആയതിനു ശേഷവും വീണ്ടും ആ ക്രിമിനൽ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വി ഹാവ് ബീൻ ബോൺ ആസ് എ മീൻസ്, ഞാൻ പറയുന്നത് നമ്മൾ കൊടും കുറ്റവാളിയായിട്ട് ജനിച്ചു എന്നല്ല. നമ്മൾ കുറ്റവാളികളെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറിയ പങ്കും ജീവിച്ചു പോന്നിട്ടുള്ളത്. പക്ഷെ കർത്താവിൻ്റെ സ്പർശനം ലഭിക്കുന്ന നാൾ വരെയും, അതിനുശേഷം ദൈവത്തിൻ്റെ അനന്യമായ അനുപമമായ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമുണ്ടല്ലോ, അത് ഒരു വീണ്ടും ജനനത്തിൻ്റെ ആ ഒരു അളവിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുന്ന ഒരു അളവിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്. പക്ഷേ ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലും നമ്മളുടെ റിമോട്ട് കൺട്രോൾ ആരുടെയെങ്കിലും കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഞ്ചരിക്കുന്നത് ആ വ്യക്തികൾ പറയുന്നത് പോലെ ആയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ ആ ഒരു അരുളപ്പാടനുസരിച്ച് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിലെ, കഴിഞ്ഞകാല ജീവിതത്തിലെ ഡിലീറ്റ് യുവർ ഓൾഡ് സെൽഫ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് മായ്ച്ചു കളയാനായിട്ട് സാധിക്കും. ഒരു മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നമ്മളുടെ എത്രയോ കാര്യങ്ങൾ നമ്മൾ മായ്ച്ചു കളയുന്നു, അല്ലേ? എന്നേക്കുമായിട്ട് നമ്മൾ നിഷ്കാസനം ചെയ്യുന്നു, എന്നേക്കുമായിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പഴയകാല ജീവിതത്തിലെ ചില അവസ്ഥകളെ നമുക്ക് ഉരിഞ്ഞു കളയാനായിട്ട് സാധിക്കുന്നില്ല? നമ്മൾ കർത്താവിന് നേരത്തെ പറഞ്ഞ പോലെ, ഇഫ് യു വാല്യൂ ജീസസ് യു ഹാവ് ടു ഡിലീറ്റ് യുവർ ഓൾഡ് സെൽഫ്സ്. നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ പുതിയ മനുഷ്യനെ ധരിക്കണം. അത് ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ ആ പഴയ ക്രിമിനൽ സ്വഭാവത്തിൻ്റെ അംശങ്ങൾ കാണും. ഇത് ഓരോ സമയങ്ങളിൽ എഴുന്നേൽക്കും. നമ്മൾ ചിലപ്പോൾ അന്യഭാഷയിൽ ആരാധിക്കുന്നവരായിരിക്കാം, വളരെ ശക്തമായിട്ട് 2, 3, 4 മണിക്കൂർ പ്രസംഗിക്കുന്നവരായിരിക്കാം, വളരെയധികം ശക്തമായ പുസ്തകങ്ങൾ രചിക്കുന്നവരായിരിക്കാം. കാരണം നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോഴും ദൈവം ദീർഘക്ഷമയോടുകൂടി നമ്മുടെ ഒരു പൂർണ്ണ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളെ ഏതെങ്കിലും വഴിയിൽ വെച്ച് നമ്മളൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചവിട്ടി പുറത്ത് കളയുന്ന ഒരു മനോഭാവമല്ല യേശു കർത്താവിന്. പിന്നെയോ നമ്മൾ വീണ്ടും, നമുക്ക് പല രീതികളിലൂടെ, പല വേളകളിലൂടെ, പല അവസ്ഥകളിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ മാറോട് ചേർത്തണയ്ക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാവാൻ ഈ പറഞ്ഞത്, പഴയ മനുഷ്യനെ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന പഴയ, എന്താ പറയുന്നത്, ഈ പണ്ടത്തെ സ്വഭാവം അനുസരിച്ച്, ഈ പറയുന്ന പോലെ എൻ്റെ തന്നെ കോളേജ് ജീവിതത്തിലൊക്കെ ഞാൻ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അത് വീണ്ടും പ്രവർത്തിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ ക്രിസ്തുവിലാണ് എന്നുള്ളൊരു ബോധ്യമാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇപ്പോഴും മുണ്ട് വേണമെങ്കിൽ മടക്കി കുത്താനും, എന്ത് രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും, മറ്റനേക പ്രശ്നങ്ങളിലേക്ക് വലിച്ചിടാനും ഒക്കെ നമുക്ക് സാധിക്കും. അത് ലോകപ്രകാരമുള്ളൊരു തത്വമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളോട് ഇന്ന് രാവിലെ സമയത്ത് ദൈവം പറയുകയാണ്,
നീ എന്നെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ മീ, യു ഹാവ് ടു ഒബേ മീ. നമ്മൾ അധികമായിട്ട് കർത്താവിനെ അറിയുമ്പോൾ, ഇഫ് വി നോ ഹിം, ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ, യേശുവിനെ നമ്മൾ അധികമായിട്ട് അറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? യേശുവിനെ നമ്മൾ അധികമായിട്ട് എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എങ്ങനെയാണ് നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ അത് പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ യേശുവിനായിട്ട് ജീവിക്കുന്നവരാണ്, യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ് എന്ന് ലോകം മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ് കാണുന്നത്. നമുക്കറിയാം, മലയാളത്തിലെ പ്രമുഖനായ ഒരു നടൻ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുവാനായിട്ട് ശരിക്കും ആശുപത്രിയിലെ, അദ്ദേഹം എറണാകുളത്തെ ഒരു പ്രശസ്തമായ ആശുപത്രിയിലായിരുന്നു ചികിത്സയിലിരുന്നത്. അവിടെ നിന്ന മാധ്യമപ്രവർത്തകരുടെ തിരക്ക് മൂലം മാധ്യമപ്രവർത്തകർ ഇങ്ങനെ തള്ളുകയാണ്, നേതാക്കന്മാരുടെ തള്ളലുണ്ട്, ബന്ധുക്കളെക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വളരെയധികം തിരക്ക് അവിടെയുണ്ട്. അവർക്ക് ഈ പ്രിയപ്പെട്ടവരെ ഒന്ന് മാറ്റി നിർത്തണം. പക്ഷെ ഞാനത് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുകയായിരുന്നു. അവിടെയുള്ള സ്റ്റാഫ് വളരെ സൗമ്യമായിട്ട് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, നമ്മളോട് ദൈവത്തിനൊന്ന് സ്തുതിക്കാൻ പറഞ്ഞാൽ, സ്തോത്രം ചെയ്യാൻ പറഞ്ഞാൽ പോലും നമ്മൾ 2 വട്ടം ആലോചിക്കണം, വേണോ വേണ്ടേ. പക്ഷെ അവര് എന്ത് കാര്യമായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, അവിടെ നിന്ന് സാധാരണ ഏത് സിറ്റുവേഷനിലും തങ്ങൾക്കൊരു നല്ല വീഡിയോ ഒപ്പിയെടുക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനും ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകർ പോലും അവർ പതുക്കെ ഒതുങ്ങി, സ്നേഹത്തോടുകൂടി തിക്കും തിരക്കുമില്ലാതെ ഒതുങ്ങി മാറി നിൽക്കുന്നതാണ് കണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുന്നോ അത്രത്തോളം സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റിത്തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. നന്ദിയോട് ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു ന്യൂസിൽ നിന്നും അങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ ആരും ചിന്തിച്ചു കാണത്തില്ല. അതുപോലെയാണ് നമ്മളെ കാണുമ്പോഴും ഓരോരുത്തരും ചിന്തിക്കുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മളെ കാണുന്നവരും നമ്മളൊരു പത്രം എന്ന പോലെ ജനം വായിക്കുന്നുണ്ട്. നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണ്, നമ്മുടെ ജീവിത ശൈലി എങ്ങനെയാണ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതെല്ലാം ജനം നോക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. യേശുവിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കർത്താവ് പറയുകയാണ്, യു ഷുഡ് അവേക്ക്. നമ്മളെ എല്ലാം വിളിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളും പൊതിഞ്ഞു വാരി കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി സ്വസ്ഥതയോടുകൂടി ഉറങ്ങുവാനും, തക്ക സമയത്തൊക്കെ ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടുകൂടി വീണ്ടും ഉറങ്ങുവാനും, എഴുന്നേൽക്കുവാനും, പെൻഷനൊക്കെ കൃത്യമായി വാങ്ങുവാനും, വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവസരം കിട്ടുമ്പോൾ പോകുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമുക്ക് കഴിയുമെങ്കിൽ അതേത് പ്രായക്കാരായാലും, ഞാൻ വളരെ സന്തോഷിക്കുന്നൊരു കാര്യം, ആയ കാലത്ത് തന്നെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചതിനോർത്ത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം, എൻ്റെ എല്ലാ ബാധ്യതകളും ഒഴിവാക്കിയതിന് ശേഷം ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ പതുക്കെ ഈ പണിക്കിറങ്ങാം. ഇതൊരു പണിയല്ലാത്തത് കൊണ്ട് ദൈവമായ കർത്താവ് തക്ക സമയത്ത് എന്നെ എഴുന്നേൽപ്പിച്ച് ഓടിക്കുന്നതിനോർത്ത് ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വീണ്ടും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, അവേക്ക്, നിങ്ങൾ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഉണരണം. ഉണരണം. നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് അല്ലേ? പലപ്പോഴും നമ്മൾ എറൈസ് ആൻഡ് ഷൈൻ എന്നാണെന്ന് പറയുന്നത്. എറൈസ്ഡ് ആണ്, നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ നിന്നുറങ്ങാനും നമുക്ക് സാധിക്കും. നമുക്ക് നിന്നുറങ്ങാനുള്ള പ്രാഗൽഭ്യം ഉണ്ട്. ഏത് സാഹചര്യത്തിലും നമ്മൾ ഇതെല്ലാം, നമുക്ക് കിട്ടുന്നതെല്ലാം, ഈ സിറ്റുവേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ നിന്ന് വേണമെങ്കിലും ഉറങ്ങും. സോ ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നു, അവേക്ക്, നിങ്ങൾ ഉണരണം. പ്രൈസ് ദി ലോർഡ്. അക്നോളജ്. നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കണം. എഴുന്നേറ്റ മാത്രം പോരാ, എഴുന്നേറ്റതൊക്കെ ശരിയാ. പക്ഷേ നിങ്ങളെ വിളിച്ച് വേർതിരിച്ച സർവശക്തനായ ദൈവത്തെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. യു ഹാവ് ടു അക്നോളജ്. പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. then only you will be able to see the progress in your life. എങ്കിൽ മാത്രമേ ഒരു സന്തോഷജനകമായ രീതിയിലുള്ളൊരു അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ. ഈ അഭിവൃദ്ധി എന്ന് പറയുന്ന വാക്ക് ഞാൻ വേൾഡ്ലി അഭിവൃദ്ധിയെക്കുറിച്ചല്ല, ഭൗതികമായ അഭിവൃദ്ധി. അതൊക്കെ സ്വാഭാവികമായിട്ട് ചിലത് സംഭവിച്ചിരിക്കാം, സംഭവിക്കാതിരിക്കാം, അതൊക്കെ ആയിക്കോട്ടെ. എത്രയോ ആൾക്കാർ പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ വളരെയധികം സ്വാധീനമുള്ള കത്തോലിക്ക കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്രയോ ആൾക്കാർ കേരളത്തിൽ തന്നെ തങ്ങളുടെ അബ്കാരി ബിസിനസ് എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു.
തങ്ങൾക്ക് ഭീമമായ നഷ്ടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ തങ്ങളുടെ നഷ്ടത്തെ ഒരിക്കലും അവർ യേശുവിൻ്റെ നാമത്തെ ഓർത്തിട്ട് ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് അവർ കണക്കാക്കാതെ എത്രയോ ആൾക്കാർ, എത്രയോ വൻകിട അബ്കാരി മുതലാളിമാര്, നാമധേയ ക്രിസ്ത്യാനികളായിട്ട് ജനിച്ച് ജീവിച്ച എത്രയോ അബ്കാരി മുതലാളിമാര് തങ്ങളുടെ ഈ അബ്കാരി ബിസിനസ് എല്ലാം ഒഴിവാക്കി കർത്തൃസേവയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ വേൾഡ്ലി പ്രോഗ്രസ്സിന് വലിയ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കരുത്. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. നമ്മുടെ പഠിപ്പ് കൊണ്ടൊന്നും വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. എത്രയോ പഠിപ്പിസ്റ്റുകൾ ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിയും കൂലിയും ഇല്ലാതെ അവരുടെ ഈ പഠിപ്പിസ്റ്റം കാരണം മാത്രം തകർന്നു പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം അവർക്കൊരു പൊസിഷൻ കിട്ടാതാവുമ്പോൾ പിന്നെ അവർക്ക് പ്രോഗ്രസ് ഇല്ല. അവർ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആണ്. പിന്നെ അവരവിടെ അവിടെ തന്നെ തങ്ങിപ്പോവും. അതേ സമയത്ത് 10ാം ക്ലാസ് മാത്രം പാസ്സായി എത്രയോ പേര് അവരുടെ കഠിനാധ്വാനം കൊണ്ടും ചിലപ്പോൾ ദൈവഭയം കൊണ്ടൊക്കെ എത്രയോ ഉന്നതമായ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വേൾഡ്ലി പ്രോഗ്രസ്സിന് എന്നെ കേൾക്കുന്ന പ്രിയരെ ആരും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന് പറയാൻ കാരണം? ബിക്കോസ് ദ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ദൈവമായ കർത്താവിനെ പൂർണ്ണമായ അളവിൽ അംഗീകരിച്ച് ആ ഒരു അഭിവൃദ്ധി എന്ന് പറയുന്ന, ഞാൻ പറയുന്ന അഭിവൃദ്ധി എന്ന് പറയുന്നത് ഒരു മിഷണറി ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, യേശുവിൻ്റെ സന്ദേശവുമായിട്ട് എത്രത്തോളം സ്ഥലങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിച്ചു, എത്രത്തോളം ജനത്തോട് നമുക്ക് യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് സാധിച്ചു. ആ ഒരു തലത്തിൽ നിന്നാണ് ഞാൻ ഒരു അഭിവൃദ്ധി എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ കാണുന്നത്. ഹല്ലേലൂയ. അല്ലാതെ എൻ്റെ ബാങ്ക് ബാലൻസ് എത്രത്തോളം കൂടിയെന്നും എൻ്റെ ക്ലിനിക്ക് വരുന്ന പേഷ്യൻറ്റിൻ്റെ അളവ് എത്രത്തോളം കൂടി എന്നുള്ളതിനെ കണക്കാക്കിയല്ല അഭിവൃദ്ധിയെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട്. ദ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളത് ചെയ്തില്ല എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരത്തില്ല. ഹല്ലേലൂയ. നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ആ ഒരു ദൗത്യത്തിൽ നമ്മൾ വളരെയധികം അനുസരണമുള്ളവരെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഇഫ് യു വാല്യൂ ജീസസ്, യേശു കർത്താവിന് പൂർണ്ണമായ ഒരു വാല്യൂ കൊടുക്കുന്നെങ്കിൽ പ്രാർത്ഥന നല്ലതാണ്, സ്തുതിയും സ്തോത്രവും നല്ലതാണ്, സൽപ്രവൃത്തികൾ വളരെ നല്ലതാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി എന്ന് പറയാൻ സാധിക്കത്തില്ല. ദൈവം നമ്മൾ ഓരോരുത്തരും വിളിച്ചിരിക്കുന്ന ഒരു മിഷണറി ആയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഇതാ പ്രശ്നം. നോ പ്രോബ്ലം. എനിക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം ഹല്ലേലൂയ പറയുമ്പോഴും ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലങ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ലങ് കപ്പാസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ ലങ് കപ്പാസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തിനും തോന്നും ഇവനെ കൊണ്ട് ഇവൻ അക്നോളജ് ചെയ്യുന്നവനാണ്. അത് ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട. എന്നെ ആരും പറഞ്ഞു പഠിപ്പിച്ചിട്ടൊന്നുമില്ല. 1997 കർത്താവ് ഈ വിശ്വാസത്തിലേക്ക് എന്നെ വാരി പുണർന്ന് കൊണ്ടുവന്നപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല പ്രൈസ് ദി ലോർഡ് എന്ന് പറയണം. ഒരു മനുഷ്യൻ എന്നോട് ആദ്യമേ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു പറഞ്ഞില്ല. പക്ഷെ പിന്നത്തെ ഇതിൽ ആ സ്പർശനം കിട്ടിയപ്പോൾ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് വലിയ അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു ലൈഫ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് വെരി ടെറിബിൾ. വളരെ പ്രയാസമുള്ള ജീവിതമാണ്. നമുക്ക് ദൈവത്തോട് മിനിമം ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹവിശ്വാസികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ലേഖനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കുറവാണെങ്കിലും ദൈവത്തോടെങ്കിലും മിനിമം ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ക്വാളിറ്റി എന്നേക്കുമായിട്ട് മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് അറിയാതെയാണെങ്കിലും ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ദൈവം എന്ത് ചെയ്തു? കുപ്പയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ ബന്ധുക്കൾ ചോദിക്കും, എവിടെയായിരുന്നു നിന്റെ വീട്ടിൽ കുപ്പ? എവിടെയായിരുന്നു നിന്റെ വീട്ടിൽ കുഴഞ്ഞ ചേറ്? ജീസസ്. അവർക്ക് ചോദിക്കാം. ബിക്കോസ് അവർ കാണുന്നത് അവരുടെ ഈ കണ്ണുകൊണ്ടാണ്. അവരുടെ ഈ കണ്ണുകൊണ്ട് മാത്രം അവർ കാണുന്നത്. പക്ഷേ ഒരു സ്പിരിച്വൽ ഐ, ഒരാത്മീയമായ കണ്ണുണ്ടെങ്കിൽ നമ്മൾ കുപ്പയിലാണോ കിടന്നത്, കുഴഞ്ഞ ചേറ്റിലാണോ കിടന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും കരിമ്പ് നിൽക്കുന്നതിലായിരുന്നു, പാല നിൽക്കുന്നതിലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുടുംബ പേരുണ്ട്, അവിടെ നിൽക്കുന്നതിൽ കുടുംബ അംഗമായിരുന്നു എന്നൊക്കെ പറയാം.
ഇതൊക്കെ പറഞ്ഞു നടക്കുന്നെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ കർത്താവ് കാണുന്ന ഒരു കുഴഞ്ഞ ചേറും ചപ്പും ചവറും ഒക്കെ ഉണ്ട്. അതിൽ നിന്നാണ് ദൈവമേ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കുക. ഹല്ലേലൂയ. അങ്ങനെ എഴുന്നേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് വേണം. ആ ഒരു ക്വാളിറ്റി നമുക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ദൈവത്തെ സേവിപ്പാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ഉണർവിൻ വരം ലഭിപ്പാൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പാടി. എന്തിനാ പാടും? ആശിഷന്മാരെ അയക്കണമേ, ഞങ്ങൾ ദൈവവേല ചെയ്യാനായിട്ട് പാടും. മനോഹരമായിട്ട് നല്ല മ്യൂസിക്കാണ്, നമ്മൾ കൈയിട്ട് പാടും. ഞാൻ ഞാൻ ഒരല്പം സമയം ട്രൈബൽ മിഷനെ കുറിച്ചും കൂടെ പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഇൻവിറ്റേഷൻ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ട്രൈബൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വരാം, പ്രവർത്തിക്കാം. അത് വചന അടിസ്ഥാനത്തിലാണെങ്കിൽ ആരും നിങ്ങൾ എതിർക്കാൻ വരത്തില്ല. മൈക്ക് വേണോ തരാം, പ്രസംഗിക്കണോ പ്രസംഗിച്ചോ, പാട്ട് പാടണോ പാട്ട് പാടിക്കോ, ഒരു പ്രശ്നവുമില്ല. ലോട്ട് ഓഫ് ചാൻസസ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും, ആത്മീയമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സമ്മർദ്ദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ ചിന്തിക്കും എനിക്ക് ഒരുപാട് പാടണം എന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ കൊയർ ടീം എന്നെ ചേർക്കുന്നില്ല. ചിലർ പറയും എനിക്ക് പ്രസംഗിക്കാൻ വിഷയങ്ങളേ ഉള്ളൂ, പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ചാൻസ്. ഇതൊരു ഓപ്പൺ ഇന്റർവ്യൂ ആണ്, ഒരു കോളാണ് തരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ക്ഷണിക്കുകയാണ്. ചാൻസസ് ആർ ദെയർ. ഒന്നും അസ്തമിച്ചു പോയിട്ടില്ല. ഇത്രയും നാളെ ശ്രോതാക്കളായി ഇരുന്നു എങ്കിൽ ഇനി നിങ്ങൾ വക്താക്കളായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും നാളെ ശ്രോതാക്കളായിരുന്നു, ഇനി മുതൽ വക്താക്കളാക്കി നിങ്ങളെ ഉയർത്താനായിട്ട് ദൈവം എന്നെ പോലുള്ളവരോട് അയക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ട്രൈബൽ മിഷനിൽ ശരിക്കും ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അല്പകാര്യം പറയുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. മലയാള മനോരമ നവംബർ 13, 1973, 1973 നവംബർ 13 മലയാള മനോരമയിൽ മാത്യു കദളിക്കാട് എന്ന് പറയുന്ന ഒരു സീനിയർ കറസ്പോണ്ടന്റ്, അദ്ദേഹം ഒരു പരമ്പര എഴുതി. 3 ലക്കങ്ങളിലായിട്ട് ഒരു പരമ്പര എഴുതി. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ്: ഇരുട്ടിന്റെ തുരുത്തിൽ മനുഷ്യരെ കാണാത്ത മനുഷ്യർ. ഇതായിരുന്നു ലേഖനത്തിന്റെ ഹെഡിങ്. ഇരുട്ടിന്റെ തുരുത്തിൽ മനുഷ്യരെ കാണാത്ത മനുഷ്യർ. ഇതായിരുന്നു മാത്യു കദളിക്കാട് എന്ന് പറയുന്ന ഈ മലയാള മനോരമയിലെ സീനിയർ കറസ്പോണ്ടന്റ് ഈ പത്രത്തില് 3 ഘട്ടങ്ങളിലായിട്ട് എഴുതിയ ലേഖനത്തിന്റെ ആമുഖം. അന്ന് വരെ അറിയപ്പെടാത്ത നിലമ്പൂർ ഉൾവനങ്ങളിൽ താമസിക്കുന്ന ചോല നായ്ക്കന്മാർ എന്ന് പറയുന്ന ആദിവാസി ഗോത്രത്തെക്കുറിച്ചുള്ള ലേഖനമായിരുന്നു മാത്യു കദളിക്കാട് എന്ന് പറയുന്ന ഈ ലേഖകൻ മലയാള മനോരമ പത്രത്തിലൂടെ ഈ ലോകത്തെ വിളിച്ചു പറഞ്ഞത്. അതിന് കാരണമായി തീർന്നത്, അന്ന് ഈ 1973 ഇദ്ദേഹം ഈ പത്രത്തിൽ ഇത് എഴുതുന്നത്. അതിന് കാരണമായി തീർന്നത് ഏതാനും തടി വ്യാപാരികൾ, ടിംബർ മെർച്ചൻസ്, ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് എന്തിനാ പോയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് ഈ ഉൾവനത്തിലേക്ക് തടി സംബന്ധമായ, ടിംബർ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉൾവനത്തിൽ പോയപ്പോഴാണ് അന്ന് വരെ കാണാത്ത ഒരു കൂട്ടരെ അവരാദ്യമായിട്ട് ഈ തടി വ്യാപാരികൾ കാണുന്നത്. അവരാണ് പുറത്തു വന്ന് ഇത് പറയുകയും മാത്യു കദളിക്കാട് എന്ന് പറയുന്ന ഈ പ്രിയ സഹോദരൻ, അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഇൻസ്പിറേഷൻ കിട്ടുകയും ഏകദേശം മുഖ്യമായ പ്രദേശത്ത് നിന്ന് 25 കിലോമീറ്റർ ഉൾവനത്തിൽ പോവുകയും 25 കിലോമീറ്റർ നടന്ന് ഉൾവനത്തിൽ പോയി ഈ ചോള നായ്ക്കന്മാരുമായിട്ട് സംവദിക്കുകയും 3 ദിവസത്തോളം അവരോടൊപ്പം ചെലവഴിച്ചിട്ടാണ് ഇദ്ദേഹം പുറത്തു വന്ന് ആധികാരികമായിട്ട് എഴുതണ്ടേ. കാരണം അന്ന് വരെ 1971 കേരള സെൻസസിൽ പോലും ഈ വ്യക്തികളെക്കുറിച്ച്, ഈ ചോള നായ്ക്കന്മാരെ കുറിച്ച് ഒരു രീതിയിലും ഗവൺമെന്റ് രേഖപ്പെടുത്തിയിട്ടില്ല. 1971 സെൻസസിൽ പോലും രേഖപ്പെടുത്താത്തൊരു വിഭാഗമായിരുന്നു ചോള നായ്ക്കന്മാർ. പക്ഷെ 1973 ഇദ്ദേഹം എഴുതിയപ്പോഴാണ് പുറമേയുള്ള ജനം അറിയുന്നത് ഇങ്ങനൊരു ഗ്രൂപ്പ് അകത്തുണ്ട്. അവർ മനുഷ്യരെ കാണാത്ത മനുഷ്യരായിട്ട് അവർ ഉള്ളിൽ വസിക്കുകയായിരുന്നു. അവർക്ക് വസ്ത്രധാരണ രീതികളില്ലായിരുന്നു. അവർ മരത്തിൻ്റെ മേളിലും ഗുഹകളിലുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കാട്ടിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളായിരുന്നു അവരുടെ ഭക്ഷണ രീതി. പരിഷ്കൃത ലോകവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. പുറമെയുള്ള മനുഷ്യരെ അവർ വളരെ ആശങ്കയോടും ഭയത്തോടും കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ സ്ഥലത്തേക്കാണ് ഈ ഒരു ലേഖകൻ കടന്നുപോയതും പുറം ലോകത്തെ ഇവരെക്കുറിച്ച് അറിയിക്കുന്നത്. എന്തു തന്നെയായാലും തമിഴ്നാട്ടിലെ സേലം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഡോക്ടർ പുഷ്പരാജ്, അദ്ദേഹം ഈ വിഷയം വായിക്കുകയും അദ്ദേഹം നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു 5 സഹോദരങ്ങളുമായിട്ട് 1975 നിലമ്പൂർ ഉൾവനങ്ങളിലേക്ക് പോയി. അവിടെ ഈ പുഷ്പരാജും അദ്ദേഹം എല്ലാവരും കൂടെ കുറച്ച് ദിവസം അവരോടുകൂടി താമസിച്ചിട്ട് അവർക്കിത് മനസ്സിലായി, ഈ മാത്യു കദളിക്കാട് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വെച്ചതെല്ലാം
വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ജീവിതമാണ് എന്ന് മനസ്സിലായി. ആ ഒരു മനസ്സിലേക്ക് അത് പതിഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം ദൈവത്തെ അറിയാതെ, പുറം ലോകത്തെ അറിയാതെ, കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഏതാനും ചില മനുഷ്യരെ കണ്ടപ്പോഴുള്ള ആ ഒരു വേദന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചിലരും ചേർന്ന് 1977 ട്രൈബൽ മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാനായിട്ട് ഇടയായി. 1977 ട്രൈബൽ മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സുവിശേഷ സംഘടന രൂപകൽപ്പിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഘടന ഉണ്ടായത്? ഈ സംഘടന ഉണ്ടായത് ഒരിക്കലും ഒരു മതപരിവർത്തനത്തിന് വേണ്ടിയോ ഒന്നുമല്ല. യേശുവിനെ അവർക്ക് അറിയിച്ചു കൊടുക്കുവാനും ഈ പ്രിയപ്പെട്ട മനുഷ്യരെ, ഇരുളിൽ വസിക്കുന്ന ഈ പ്രിയപ്പെട്ട മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയാണ് ട്രൈബൽ മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത്. ഇന്നുവരെയും ആ സംഘടന നല്ല രീതിയിൽ ദൈവാത്മാവിൽ, ദൈവകൃപയാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. 1977 രൂപീകൃതമായ ഈ സംഘടന അടുത്ത വർഷം അതിൻ്റെ 50-ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. 50-ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികളാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് വെല്ലുവിളികൾ. പക്ഷേ ആ വെല്ലുവിളികളുടെ ഉള്ളിലും ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം കാണുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഒരു രീതിയിലുള്ള അല്ലലോ, ഞങ്ങൾക്കൊരു വേദനയുമില്ല. ആ ഒരു മിഷണറി ഓർഗനൈസേഷനിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഒരു സുവിശേഷ സംഘടനയുമായിട്ട് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല ഞങ്ങളുടെ സംഘടന മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും ബിഗസ്റ്റ് സംഘടന, ഞങ്ങളുടെ സംഘടന മാത്രമാണ് ഏറ്റവും മികവുള്ളതെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ ഒന്ന് മാത്രം പറയാം, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാത്തൊരു സംഘടനയാണ്. ഹല്ലേലൂയ. വചനത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാത്ത സംഘടനയാണ്. വ്യക്തി താല്പര്യങ്ങൾക്ക് യാതൊരു രീതിയിലും പ്രാമുഖ്യം കൊടുക്കാത്തൊരു സംഘടനയാണ്. വ്യക്തി ആരാധനകൾക്ക് ഒരു രീതിയിലും സ്ഥാനമില്ല. ഹല്ലേലൂയ. ഞാനും പ്രിയ സഹോദരനും ഞങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ അതിൻ്റെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് എന്നെ ഡോക്ടർ കെ മുരളീധർ ആക്കി വെച്ചിരിക്കുന്നു. പക്ഷേ ഞാനൊരു സാധാരണ മിഷണറി ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മിഷണറിമാരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. സ്ഥാനമാനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഒരുവനേ ഉള്ളൂ ഞങ്ങളെ നയിക്കുന്നവൻ, അവൻ്റെ പേര് നസ്രായന യേശു. യേശു കർത്താവ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ എഴുന്നേറ്റു അക്നോളജ് ചെയ്തു. ആ ഒരു പ്രോഗ്രസ്സിലേക്കാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ പ്രോഗ്രസിങ്, വി ആർ മാർച്ചിങ് ടുവേഴ്സ് ദി പ്രോഗ്രസ്. ഞങ്ങൾ ഇന്നും തികഞ്ഞു എന്നല്ല, ഞങ്ങൾ തികവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അനേകർ തികവിന് വേണ്ടി ഒരുക്കുവാനായിട്ട് ഞങ്ങൾ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഡോക്ടർ കെ മുരളീധറാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഏകദേശം 9% പോപ്പുലേഷൻ ട്രൈബൽസ് ആണ്. ഇന്ത്യയിൽ ഏകദേശം 9% പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ട്രൈബൽസ് ആണ്. കേരളത്തിൽ തന്നെ ഏകദേശം 6 ലക്ഷത്തോളം ട്രൈബൽസ് ഉണ്ട്. അതിനകത്ത് എത്ര പേര് യേശുവിനെ അറിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. ഹല്ലേലൂയ. ഒരിടത്ത് ചെന്ന് ഞങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കാറില്ല. ഒരിടത്ത് ചെന്ന് ഞങ്ങൾ നിർബന്ധിത ഈ മതപരിവർത്തനം പോലുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. കാരണം ഞങ്ങളുടെ കോൾ അതല്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സ്നേഹത്തെ അറിയിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസികളെല്ലാം തന്നെ വളരെ സിമ്പിളും ഹമ്പിളുമാണ്. ഹല്ലേലൂയ. വളരെ സിമ്പിളാണ്, വളരെ ഹമ്പിളാണ്. ഞങ്ങളുടെ മിഷണറിമാർ അത് തന്നെയാണ്, വളരെ സിമ്പിളാണ്, വളരെ ഹമ്പിളാണ്. അവരെ വലിയ കോട്ടയൊക്കെ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ ആ കോട്ടയെ തകർത്തപ്പോഴേ കളയും. നമ്മൾ അപ്പോഴേ അവരോട് പറയും, നമുക്ക് ഏറ്റവും സൗകര്യം ഏതെങ്കിലും മരത്തിൻ്റെ ചുവട് തന്നെയാണ്. ഓപ്പൺ എയറിൽ കിട്ടുന്ന ആ സുഖം ഒരിക്കലും മനോഹരമായ 4 ചുവരുകൾക്കകത്ത് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ അവരത് അംഗീകരിക്കും. അല്ലാതെ അവർ പറയുന്നത് പോലെ ലൈഫ് ഫെലോഷിപ്പിൽ ഇത്രയും വലിയ സൗധങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കാട്ടിനകത്ത് ഇതുപോലെ ഒരു സൗകര്യമൊക്കെ ഒരുക്കി തന്നാൽ? അതിനൊന്നും കാര്യമില്ല. നമുക്ക് ഉള്ള സൗകര്യത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അതാണ് നമ്മൾ വിളിച്ചിരിക്കുന്ന വിളി എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ വളരെയധികം സ്നേഹത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് മാത്രം പറയാം, യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? അനേകരെ രക്ഷിപ്പാൻ വേണ്ടിയാണ്, അല്ലേ? ഹീസ് ദ മാസ്റ്റർ സോൾ വിന്നർ. യേശു കർത്താവിനെ പോലൊരു സോൾ വിന്നർ ആരുമില്ല. അവനെ അനുഗമിക്കുന്ന ആ ടീമിൽ ഒരു മെമ്പറാണെന്ന് പറയുമ്പം ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. അഹങ്കാരം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ സ്വയം അഹങ്കാരത്തിലേക്ക് വന്നു. ഐ എം പ്രൗഡ് ദാറ്റ് മൈ ജീസസ് ഇസ് ലീഡിങ് മീ. അതിലേ ഉള്ളൂ. വേറൊന്നിലും എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്ന അഹങ്കാരത്തിന്റെ ഭാഷയല്ല. ഹല്ലേലൂയ. യേശു കർത്താവ് എന്നെ നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെയും നയിക്കുന്ന യേശു കർത്താവാണ്. അനേകർ ഈ ഇരുളിൻ്റെ അവസ്ഥയിൽ, മരണത്തിൻ്റെ താഴ്വരയിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത്?
ഹല്ലേലൂയ. When we know him, നേരത്തെ പറഞ്ഞാൽ when we know him, we have to obey him. When we obey him, we prove that we love him. ഹല്ലേലൂയ. നമ്മൾ അവനെ അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവനെ അനുസരിക്കും. അനുസരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യാണ്, ഐ ലവ് യു ലോർഡ്. ഞാൻ അനുസരിക്കാതെ ഞാൻ എവിടെ പോകാനാ? നന്ദിയോടെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന് ഈ മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുവചന ഭാഗമാണ്. അതിൻ്റെ 4-ാമത്തെ 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബൂലിന്റെ നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ആ ഒരു പ്രകാശമാണ് അവിടെ ഉദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നും തിരുവനന്തപുരം ജില്ലയിലും ഞങ്ങൾക്കുണ്ട് ചില മിഷൻ സെന്റേഴ്സ്. അവിടെയെല്ലാം പ്രകാശം ഉദിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുന്നു. ദൈവം ഞങ്ങൾ ഓരോരുത്തരെ അതിനായിട്ട് ഉപയോഗിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല അത് അവകാശപ്പെടാൻ സാധിക്കുന്നത്. മുഖപക്ഷമില്ലാത്ത ദൈവം നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ സ്ഥാനാപതികളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ സമയം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മുടെ സമയം ഇതിനു വേണ്ടിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ എത്രയോ വിലപ്പെട്ട സമയം നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ധനം ദൈവം ദാനമേ നൽകിയ ധനം എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ടാലൻസ്, നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ വഴക്കിനും വക്കാണത്തിനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ തോറ്റ് പിന്നോടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുൻവിധിയോടുകൂടിയല്ല സംസാരിക്കുന്നത്. ഇതെന്റെ മാതൃസഭയാണ്. എവിടെ ചെന്നാലും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ എവിടെയാ ലൈഫ് ഫെലോഷിപ്പ്? ഹല്ലേലൂയ. ഇതെന്റെ മാതൃസഭ. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ഒരിക്കലും പിന്നോട്ടല്ല പോകേണ്ടത്, നമ്മൾ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. വി ഹാവ് ടു ഗോ അഹെഡ്, വി ഹാവ് ടു മൂവ് ഫോർവേഡ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു ആൻസർ. നമ്മളുടെ അടുത്ത് ചോദ്യം വരും, കർത്താവിന്റെ ചോദ്യം വരും. ഞാൻ പറയട്ടെ, നമ്മുടെ വിലപ്പെട്ട സമയം ഈ മറ്റ് പ്രവർത്തനങ്ങൾക്ക് കളയാതെ, നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്താതെ, നമ്മളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറാതിരിക്കണമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സമയം വൈകിട്ടില്ല. ടുഡേ ദിസ് മൊമെന്റ് ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് മൊമെന്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം. എല്ലാവരുടെ ലൈഫിൽ അതുണ്ട്. ഞാൻ പറയട്ടെ, 1997 ഞാൻ ഒരിക്കലും യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നോ യേശു എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെന്നോ ഒരു ആഗ്രഹമില്ലായിരുന്നു. അന്ന് ആ ഒരു സംഘടന, അതിനു മുമ്പേ ഞാൻ പറയട്ടെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവാഞ്ചലിക്കൽ മിഷൻ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന, അവരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മയ്ക്ക് പോകാൻ സാധിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചത്. പക്ഷേ അന്ന് ആ തിരിച്ചറിവ് ഞാൻ റെബല്യസ് ആയി. അന്ന് അവിടെ ഒരു റിസൾട്ട് ഉണ്ട്. ഞാൻ റെബല്യസ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. അന്ന് EMFIലെ ഇവാഞ്ചലിക്കൽ മെഡിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയിലെ പ്രിയപ്പെട്ടവർ എന്നോട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ റെബല്യസ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. സംതിങ് ഹാപ്പൻ ദെയർ. ഒന്നും നടന്നില്ല എന്നല്ല, ഒരു സ്ഫോടനം നടന്നു. പക്ഷെ അതെനിക്ക് അനുകൂലമായ സ്ഫോടനമൊന്നും അല്ലായിരുന്നു. എന്നെ വല്ലാണ്ട് ഒലച്ചു കളഞ്ഞ ഒരു പൊട്ടിത്തെറിയാണ് അവിടെ. ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് യുവർ ജീസസ്. എനിക്കെന്തിനാ നിങ്ങളുടെ യേശുവിനെ? ഐ ഡോണ്ട് നീഡ് യുവർ ജീസസ്. ഞാൻ എല്ലായിടത്തും പറയാം, ദിസ് ടങ് ഇസ് നോട്ട് എ ട്രാൻസ്പ്ലാന്റഡ് ടങ്. ഈ നാവ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത നാവല്ല. ഇത് യേശുവിനാൽ സ്പർശിക്കപ്പെട്ട നാവായിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്ന് ഈ നാവ് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അന്ന് എനിക്ക് ഇത്രയും പോലും ആർജവമില്ലായിരുന്നു. ഐ വാസ് വെരി യങ്. ബട്ട് ആ സമയത്ത് വേണം ഇതിനേക്കാൾ പവർഫുൾ ആയിട്ട് എനിക്ക് പറയാം. പക്ഷേ ഇന്ന് യേശുവിൽ ഞാൻ ആയപ്പോൾ എനിക്കെന്ത് പറ്റി? ആർജവം വന്നു. ഒരു പുതിയ എനർജിയാണ് വരുന്നത്. ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന എനർജി ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അതേ എനർജി വേണ്ടേ? യു നീഡ് ദാറ്റ് എനർജി ഓർ വാട്ട്? യെസ്. ആ എനർജി വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ്. ഈ പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? വൈപ്പ് ഔട്ട് ചെയ്യണം. ഡിലീറ്റ് യുവർ ഓൾഡ് സെൽഫ്സ്. നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത എല്ലാവരോടും പറയാ, പുതിയൊരു തലത്തിലേക്ക് നമ്മൾ വളരണം. സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിച്ച് ജീവിക്കേണ്ട, ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ട സമയത്ത് നമ്മുടെ വിലപ്പെട്ട സമയം പല കാര്യങ്ങളിൽ നമ്മൾ കുരുങ്ങിക്കിടക്കുക. പ്രൈസ് ദി ലോർഡ്.
ഈ നാവ് കൊണ്ടാണ് പറഞ്ഞ ഐ ഡോണ്ട് നീഡ് യുവർ ജീസസ്. ബട്ട് ഇന്ന് ഞാൻ പറയുന്നു, ദിസ് ജീസസ് ഇസ് ഓഫ് മൈൻ. ഈ യേശു എൻ്റെതാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. അവേക്ക്, അക്നോളജ്, പ്രോഗ്രസ്, ബിക്കോസ് ദ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം. ഒരുപാട് പേര് ഇരുളിലായിരിക്കുന്നു. മരണത്തിൻ്റെ ദേശത്തെ നിഴലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിക്കണ്ടേ? അതിനുവേണ്ടിയല്ലേ കർത്താവ് നമ്മൾ ഒരുത്തരും വിളിച്ച് വേർതിരിച്ചത്? അതോ തമ്മിലടിക്കാനും തമ്മിൽ വഴക്കുണ്ടാക്കാനും പരദൂഷണം പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടാനും കസേര മറിച്ചിടാനും വേണ്ടിയാണോ? അതല്ല സ്വാഭാവികമായിട്ട് ഈ ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചിലർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ അതിനുവേണ്ടി നമ്മളെ ഒരു കരുവാക്കി കൊടുക്കരുത്. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതമാണ് അവിടെ നഷ്ടമായി പോകുന്നത്. നമ്മുടെ അഭിവൃദ്ധിയാണ്, ആത്മീയമായ അഭിവൃദ്ധിയാണ് നമുക്ക് നഷ്ടം വരുന്നത്. ഒന്നിനെ കണ്ട് ഭയപ്പെടാം. ടുമോറോ നത്തിങ് വിൽ ഹാപ്പൻ അൺലെസ് ആൻഡ് അണ്ടിൽ ജീസസ് സേസ്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രിയ സഹോദരനോട് പറഞ്ഞു, ഒരു ദിവസം ഒരു കൺവെൻഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ആ കൺവെൻഷൻ കഴിഞ്ഞ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ദൈവദാസൻ എന്നെ കാണാൻ വന്നത്. എന്തിനാണെന്നറിയോ? നന്ദി പറയാൻ. അതേ നന്ദി പറയാൻ വന്നത് എന്തിനാണെന്നറിയോ? ഞാൻ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ ജനം കൈയടിച്ചതിനല്ല, എനിക്ക് തല്ല് കിട്ടാതെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന്. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഒരു ദൈവദാസൻ ഇതേപോലത്തെ സ്റ്റേജിൽ നിന്ന് അവിടെ പ്രസംഗിച്ചു. കഴിഞ്ഞ വർഷം നാട്ടുകാരെല്ലാം കൂടെ തല്ലി ഓടിച്ചു. ഇവിടെ സുവിശേഷം പറഞ്ഞ എന്തിനാന്നും പറഞ്ഞുകൊണ്ട്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പം സാറിന് തല്ല് കിട്ടാതെ സാർ രക്ഷപ്പെട്ടല്ലോ, അതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ആ മനുഷ്യനെ ഒന്ന് നോക്കി. ഇതെല്ലാം കഴിഞ്ഞ് 5-ാമത്തെ ദിവസമാണ് കൺവെൻഷൻ ആയാലും കഴിഞ്ഞിട്ടാ പുള്ളിക്കാരൻ എന്നെ കാണാൻ വരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ നേരത്തെ പറയാത്തത്? അല്ല, സാറ് മാനുഷികമായി ഭയന്നു പോയാലോ എന്ന് പേടിച്ചിട്ടാ പറയാത്തത്. ഞാൻ പറഞ്ഞു, എനിക്ക് ആ പേടിയൊന്നും ഇല്ല പ്രിയ സഹോദര. കാരണം ദൈവം അനാവശ്യങ്ങളുടെ ദൈവമല്ലല്ലോ, ആവശ്യങ്ങളുടെ ദൈവമല്ലേ. പ്രൈസ് ദി ലോർഡ്. ആവശ്യങ്ങളുടെ ദൈവമല്ലേ നമ്മുടെ ദൈവം. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടി ദൈവം എന്നെ ഒരിക്കൽ എവിടെയെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തല്ലുകൊള്ളാതെ നോക്കാനും എൻ്റെ കർത്താവിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ടുമോറോ ഈസ് നോട്ട് ഇൻ ദ നെക്സ്റ്റ് മൊമെന്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആർക്കും വിഴുങ്ങിക്കളയാൻ പറ്റത്തില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ദൈവത്തിന് അനുമതി ഇല്ലാതെ നമ്മുടെ ഒരു രോമത്തിൽ പോലും ആർക്കും. ഇത് വെറുതെ ഒരു വ്യക്തിപരമായ ഒരു ഗൂണ്ടാ ടോക്കല്ല. ഇത് ദൈവജനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്, യേശു കർത്താവിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല എന്ന് ദൈവജനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് ദൈവമായ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ദുഃഖത്തെ എല്ലാം ഞാൻ സന്തോഷമാക്കി മാറ്റിത്തരുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മൾ വിളിച്ച് വേർതിരിച്ചവനായിരിക്കൊണ്ട് അവൻ വാക്കുകളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഒരിക്കലും വാക്ക് മാറാത്തവനാണ് നമ്മുടെ കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വാക്ക് മാറ്റി എവിടെയെങ്കിലും തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. വല്ലവരുടെയും കയ്യിൽ റിമോട്ട് കൺട്രോൾ കൊടുത്തിട്ട് നമ്മുടെ ജീവിതം അവരുടെ കരത്തിൽ നമ്മളൊരു കളിപ്പാവയെ പോലെ മാറാതെ, തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെട്ടുകൊണ്ട്, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2:1 ഒരു ഭാഗമാണ്, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ആ കൃപയാൽ ശക്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ യാത്ര ഏറ്റവും സ്ഥിരതയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മളെ ദൈവമായ കർത്താവ് ഒരു മെസ്സഞ്ചറാക്കി തെരഞ്ഞെടുത്തിരിക്കുകയാണ്, ഒരു അപ്പോസ്തലനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരും വിളിച്ചിരിക്കുന്ന വിളിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാഥമികമായിട്ടുള്ള കർത്താവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സുവിശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അറിയിക്കണം, പ്രസ്താവിക്കണം. അതാണ് നമ്മുടെ പ്രൈമറി കമ്മീഷൻ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്ക്, അതാണ് ഞാൻ ഓരോരുത്തരെയും ഒരു മിഷണറി ആയിട്ടാണ് എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ അതിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിനെ കുറിച്ച് നമ്മുടെ കരങ്ങളില്ല, നമ്മുടെ പ്രവൃത്തികളാണ് ആ സ്റ്റേജസിനെ കുറിച്ച് നിശ്ചയിക്കുന്നത്. ഘട്ടങ്ങൾ, നമ്മുടെ ആത്മീയ അഭിവൃദ്ധി എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ആ ഘട്ടങ്ങളെക്കുറിച്ച് നിർണ്ണയിക്കുന്നതും അതിനൊത്തവണ്ണം നമ്മൾ വീണ്ടും വീണ്ടും വളർത്തുന്നത് നമ്മുടെ കർത്താവാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ജനത്തിലേക്ക് അഭിഷേകം കടന്നു വരണം. ഹല്ലേലൂയ. നമ്മൾ എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ ജനത്തിലേക്ക് അഭിഷേകം കടന്നു വരണമെങ്കിൽ നമ്മൾ അഭിഷിക്തനായിരിക്കണം.
മനസ്സിലെ വയ്യാവേലികളും മനസ്സിലെ ഒരുപാട് കുന്നായ്മകളും വൈരാഗ്യവും ദേഷ്യവും വെറുപ്പും പകയും ആശങ്കയും എല്ലാം കൊണ്ടുവന്ന് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനെ, പഴയ പത്രോസാണ് സംസാരിച്ചിരുന്നെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ പുസ്തകം 2:41 പറയുന്നതിന് 3000 പേര് പോയിട്ട് ഒരാൾ പോലും യേശുവിലേക്ക് അല്ലെങ്കിൽ കർത്താവിലേക്ക് ഒരിക്കലും ചേരുകയില്ലായിരുന്നു. പഴയ പത്രോസ് അല്ലായിരുന്നു അന്ന് പ്രസംഗിച്ചത്. അന്ന് ജനത്തിന്റെ ഇടയിൽ വന്നു നിന്നപ്പോൾ പുതുക്കത്തിന് അനുഭവത്തിൽ സംസാരിച്ചൊരു പത്രോസിനെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു പുതുക്കത്തിന് അനുഭവത്തിൽ ഇന്ന് ഇവിടുന്ന് പടിയിറങ്ങി പോകാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ നിന്ന് ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഡോക്ടർ സുബ്രഹ്മണി പറയുന്നത് കൊണ്ടല്ല, ഞാൻ പറയട്ടെ, കഴിഞ്ഞ രാത്രി എന്നെ ഉറങ്ങാൻ എൻ്റെ കർത്താവ് സമ്മതിച്ചില്ല. കഴിഞ്ഞ രാത്രി കർത്താവ് എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. കാരണം ഇതെല്ലാം ഇവിടെ പറയണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഒരു എനർജിയോടുകൂടി എഴുന്നേൽക്കുക. ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ പുതിയ തീരുമാനങ്ങളുമായിട്ട് പുറത്തു പോവുക. ഒരു ശവക്കല്ലറയിലേക്ക് ചെന്ന് ഉറങ്ങാൻ വേണ്ടിയല്ല നമ്മളെ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക എന്തിനു വേണ്ടിയാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം വേണം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വേലയ്ക്ക് നമ്മളെ വിളിച്ച് ചേർക്കുമ്പോൾ ആ വിളിക്ക് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറയുകയുണ്ടായി, CPM എന്ന് പറഞ്ഞൊരു വാക്കിന്റെ കാര്യം പറഞ്ഞല്ലേ. യു ആർ കമ്മീഷൻഡ്. CPM എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏതിലും ഒരു ദൈവവചനത്തിന്റെ സ്പർശനം ആഗ്രഹിക്കുന്ന ചിലർക്ക് ദൈവം അത് നൽകും. ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പെട്ടെന്നാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നത്. അപ്പോൾ അത് ഞാനൊന്ന് എലോബറേറ്റ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഈ വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിപ്പം റെക്കോർഡഡാണ്, ഇത് കേട്ടിട്ട് ഞങ്ങളുടെ സംഘടനയുടെ പേര് പേറ്റന്റ് ആയിട്ട് ഞങ്ങൾ കൈവച്ചം വെച്ചിരുന്ന് ഇയാൾ യൂസ് ചെയ്തോ എന്നൊക്കെ ചോദിക്കാം. സാരമില്ല, ഇത് ഞാൻ മോശമായൊന്നും അല്ല പറയുന്നത്. CPM എന്ന് പറയുമ്പോൾ C ഫോർ കമ്മിറ്റ്മെന്റ് അല്ലെ, ഒരു അല്ല, കമ്മീഷൻ. യു ആർ കമ്മീഷൻ. ആ ഒരു കമ്മീഷനിങ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. P പാഷൻ. ഇഫ് യു ആർ കമ്മീഷൻ ബട്ട് യു ഡോണ്ട് ഹാവ് പാഷൻ, അങ്ങനെയാണെങ്കിൽ യുവർ മിഷൻ വർക്ക് ഈസ് ഗോയിങ് ടു ബി എ ഫെയിലുവർ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവം കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ പാഷൻ വേണം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഒരു അറിവ് വേണം. then only you will be able to do your mission properly. ഹല്ലേലൂയ. നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നേരവണ്ണം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. യു ഷുഡ് ബി കമ്മിറ്റഡ്. നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. യു ഷുഡ് ബി പെർസെപ്റ്റീവ്. നമുക്കൊരു ഉൾക്കാഴ്ച വേണം. എന്ത് വേണം? നമുക്ക് കാഴ്ച തന്നെ ഇല്ല, പിന്നെയാണ് ഉൾക്കാഴ്ച. ആ ഒരു കമ്മിറ്റ്മെന്റ് വേണം, ഉൾക്കാഴ്ച വേണം. then only you will be able to progress. എങ്കിൽ മാത്രമേ ആ ഒരു ഇമ്പാക്റ്റ് നേച്ചർ വേണം. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് എന്ത് ചെയ്യണം? നമ്മളിപ്പോഴും എവിടെ കൊണ്ടിട്ടാൽ നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട്, അത് വേറെ കാര്യം. ആ പൊട്ടിത്തെറി എന്ന് പറയുന്നത് അവിടെയുള്ള നാശകരമായ സംഗതികളൊക്കെ പൊട്ടിത്തെറിച്ച് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തരുന്ന ഒരു പൊട്ടിത്തെറി ആയിരിക്കണം, ഒരു ഇമ്പാക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പം ദാ അവൻ വന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കണം. ശല്യം എന്നല്ല, അവൻ വന്നിട്ടുണ്ട്, ചില മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കും. എന്ത് മാറ്റം? പ്രതികൂലമായ മാറ്റമല്ല, അനുകൂലമായ മാറ്റം. നമ്മളെ ആൾക്കാരെ വിളിക്കണം. എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നാൽ കൊള്ളായിരുന്നു. എന്തിനു വേണ്ടി? എന്താ അല്ല, വന്ന് ഒരല്പസമയം എന്നോടൊപ്പം ചെലവഴിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ ചിലപ്പോൾ നേരെയാവുമായിരിക്കും. എന്താ കാര്യം അവരങ്ങനെ വിശ്വസിക്കുന്നത്? പക്ഷെ നമ്മുടെ ജീവിതത്തിലെ യേശു കർത്താവിനുള്ള സ്വാധീനം കണ്ടിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതാണ്, നമ്മളൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മതിയായ ഒരു വ്യക്തിയായിരിക്കണം. നന്ദിയോടെ സ്തുതിക്കുന്നു, സമയമില്ല. അപ്പം മിഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യണം. ട്രൈബൽ മിഷൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങൾ വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള പ്രവർത്തന ശൈലിയിൽ നിന്നും ഒരു വ്യതിചലനം വന്നിട്ട് കർത്താവ് കൽപ്പിച്ച പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു വരണമേ എന്ന് ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്കൊരു മിനിമം ക്വാളിറ്റി ഒക്കെ വേണം. ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ചുമ്മാ കയറിയും നമുക്കൊന്നും പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ചിലതൊക്കെ ആയിത്തീരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു മിഷണറി ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പല ലേഖനങ്ങളിലായിട്ട് കാണാൻ സാധിക്കും, അല്ലെ? ഒരു മൂപ്പൻ എങ്ങനെയായിരിക്കണം, ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യത്യസ്തമായിട്ട് പഠിക്കാനും ഒക്കെ സാധിക്കും. പലപ്പോഴും പഠനം മാത്രമേ നടക്കുന്നുള്ളൂ, ജീവിതത്തിലോട്ട് ഇതൊന്നും പ്രാവർത്തികമാക്കാൻ വലിയ വിഷമമാണ്. ഇത് ഞാൻ പാസ്റ്ററൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ചങ്കുറ്റത്തോടെ പറയാം, അവർ പറയുന്ന വലിയ പ്രയാസമാണ് ഇതൊക്കെ നടത്തിയെടുക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ പ്രയാസകരമായ കാര്യങ്ങളൊന്നും കർത്താവ് വചനത്തിൽ എഴുതിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യങ്ങൾക്കൊന്നും ഒരു പ്രയാസം വരാൻ പോകുന്നില്ല.
ചിലപ്പോൾ ഒരു പാസ്റ്റർ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന 100 പേരിൽ 99 പേർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ ആ 99 പേരുടെ ഇഷ്ടമനുസരിച്ചാണോ ഒരു പാസ്റ്റർ പ്രസംഗിക്കേണ്ടത്? അല്ല. ദൈവം എന്താണോ പറഞ്ഞത് അത് പ്രസംഗിക്കാം. ബാക്കി 99 പേര് താങ്കൾക്ക് വിരോധമായി എഴുന്നേറ്റാലും ദൈവം താങ്കൾ നിയോഗിച്ചിരിക്കുന്ന ദൗത്യം എന്താണ് അത് എഴുന്നേറ്റ് പ്രസ്താവിക്കുക. നാളത്തേതിൽ അവർ തിരിച്ചറിയും. നാളത്തേതിൽ അത് തിരിച്ചറിയും. അവർക്ക് ഇന്നത് തിരിച്ചറിയാനുള്ള ആ ഒരു വിവേകമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നാളത്തേതിൽ താങ്കൾ പറഞ്ഞത് എന്താണെന്നുള്ളത് അവർ തിരിച്ചറിവിലേക്ക് കടന്നു വരും. നന്ദിയോടെ സ്തുതിക്കും. പക്ഷേ നമ്മൾ എന്തായിരിക്കണം? വചനത്തിൽ തന്നെ വേരൂന്നി നിൽക്കും. നമ്മുടെ കാല് രണ്ടും വചനത്തിൽ തന്നെ, ആ ഒരു മണ്ഡലത്തിൽ തന്നെ വേരൂന്നി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, മിഷൻ എന്ന് പറയുന്ന വാക്കിനകത്ത് തന്നെ നമുക്ക് വേണ്ടത് മിനിമം ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. മിഷൻ, ആദ്യം 7 വേർഡാണുള്ളത് അല്ലേ? MISSION അല്ലേ? കൂടുതലൊന്നുമില്ലല്ലോ മിഷൻ. ഓക്കെ. യു ഷുഡ് ബി, ആ മീക്നെസ് വേണം. എന്ത് വേണം? മീക്നെസ്, സൗമ്യത വേണം. ഹല്ലേലൂയ. വിനീതത്വം വേണം. യു ഷുഡ് ഹാവ് ദാറ്റ് മീക്നെസ്, സൗമ്യത വേണം അല്ലെ? ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തില് 23-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് സൗമ്യത പരിശുദ്ധാത്മാവിന്റെ എന്താണ് ഫലം. അതില് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് സൗമ്യത. സൗമ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു മിഷണറി പ്രവർത്തനം നന്നായിട്ട് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ജാടയുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചെന്ന് ഒന്നും ഏശാൻ പോകുന്നില്ല. അത് തിരുവനന്തപുരം ലാംഗ്വേജിലൊറ്റൊന്ന് തർജ്ജമ ചെയ്യുന്നതാണ്. ജാടയ്ക്ക് യാതൊരു പ്രസക്തി. നമ്മുടെ ജാടയൊന്നും വേണ്ട. ബി വെരി സിമ്പിൾ. ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ പോലും കാണത്തില്ല. ഞാൻ നിങ്ങളുടെ മുമ്പ് സംസാരിക്കാനേ കാണത്തില്ലായിരുന്നു. 97 മരിക്കാനുള്ള വഴി തേടി നടന്ന ആളാ ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തി. എങ്ങനെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ചു നടന്ന ആളാണ്. അത് ലോകപ്രകാരം പറയും അത് എന്താ പറയുന്ന ഒരു കൊവേർഡിന്റെ അല്ലെങ്കിൽ ഒരു ഭീരുവിന്റെ ലക്ഷണമാണെന്നൊക്കെ പറയും. അങ്ങനെയാണോ എല്ലാവരും പറയുന്നത്? ശരിയാ. പക്ഷേ അന്ന് ആ ഒരു ഭീരു ആയിരുന്നു ഞാൻ. എനിക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ആ ഒരു സ്പർശനം കിട്ടിയപ്പോൾ അന്ന് ആ മനസ്സിലായി സൗമ്യത എന്താണെന്നുള്ളത്. കാരണം ആ സൗമ്യത ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ദുഷ്കരമായിരിക്കും. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ സൗമ്യമായിട്ട് പെരുമാറാൻ പഠിക്കണം. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സൗമ്യമായി പെരുമാറുന്നതിനോർത്ത് ദൈവത്തിന് സ്തോത്രം. ആരൊക്കെയോ ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, മിഷനിലായി ഇന്റലിജൻസ് വേണം. ജ്ഞാനമുള്ളവരെ പോലെ പെരുമാറണം. യു ഷുഡ് ബി ഇന്റലിജന്റ്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ISROയുടെ അടുത്ത ഡയറക്ടർ ആരാണ്? അതൊന്നുമല്ല. വചനത്തെക്കുറിച്ച് നല്ല ജ്ഞാനം വേണം. യു ഷുഡ് ബി വെരി ഇൻടാക്റ്റ്. നിങ്ങളുടെ നോളജ്, അതിനകത്തുള്ള നോളജ് ഇൻടാക്റ്റ് ആയിരിക്കണം അല്ലെ? ബുദ്ധിയുള്ളവരായിരിക്കണം. യു ഷുഡ് ബി ഇന്റലിജന്റ്. യു ഷുഡ് ഹാവ് ദാറ്റ് മീക്നെസ്. യു ഷുഡ് ബി ഇന്റലിജന്റ്. അതിനകത്ത് ഒരുപാട് വചനമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 10:16 തന്നെ പറയും, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറെ വെർഷനിലും ഒരുപാട് പേര് സംസാരിക്കാറാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ബ്രോഡായിട്ട് പറയുകയാണ്, യു ഷുഡ് ഹാവ് ദാറ്റ് സൗമ്യത. അപ്പൊ സൗമ്യതയോടുകൂടിയേ മാത്രമേ നമുക്ക് ജനത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വാധീനിക്കാൻ പറ്റത്തുള്ളൂ. സോബർനെസ്, ശാന്തമായി സമചിത്തതയോടെ പെരുമാറാൻ സാധിക്കണം. ഒരു മിഷണറി എപ്പോഴും, ഇവിടെ നിൽക്കുന്നവരെല്ലാം മിഷണറി പ്രവർത്തനങ്ങൾ പോകുന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം ദൈവം പറയുന്നത് കേട്ടോ. സോബർനെസ് വേണം. സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല മിഷൻ ഫീൽഡ്സ് കേട്ടോ. കേരളത്തിൽ മിഷൻ ഫീൽഡ്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഷുഡ് ബി സോബർഫുൾ. അടുത്തത്, യു ഷുഡ് ഹാവ് ദാറ്റ് എന്താ പറയുക, സോൾട്ടിനെസ് വേണം. ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഫ്ലേവർ ഉണ്ടോ? നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു രുചിയുണ്ടോ? നമ്മൾ എവിടെ കൊണ്ടിട്ടാലും ഒരു മിഷണറിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഭയാനകമായ, എത്ര ഭീതിജനകമായ സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും നിങ്ങൾ അതിന് രുചി ഉണ്ടാക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് രുചി കിട്ടട്ടെ എന്ന് പറയുന്നവരാകരുത്. രുചി അങ്ങോട്ട് കൊടുക്കുന്നവരായി തീരണം. നെക്സ്റ്റ് ഈസ് ഐ. ഓൾവേസ് സേ നോ ടു ഐ. ഞാൻ എന്ന ഭാവം ഒരിക്കലും ഒരു മിഷണറിക്ക് പാടില്ല. ഐ ആം ദി ഗ്രേറ്റ്, ഐ ആം ദി ഗ്രേറ്റസ്റ്റ്. ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? പ്രളയം. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ, താൻ ചെന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കരുത്. ഓടോ ജീസസ്. ഞാൻ ചെന്നില്ലെങ്കിലും എൻ്റെ ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ നടന്നിരിക്കും. അതുകൊണ്ട് ഞാൻ എന്നുള്ളത് യു ഹാവ് ടു ലീവ് ഇറ്റ്.
ഞാൻ എന്ന ഭാവത്തോടുകൂടി ഒരിക്കലും ഒരു മിഷണറിക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. നെക്സ്റ്റ് ഈസ് ഏറ്റവും പ്രധാനം, നമുക്കുണ്ടെന്ന് തന്നെ കരുതുന്ന ഒബീഡിയൻസ്. മിഷനിലെ ഒബീഡിയൻസ്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ കൊഴുപ്പിനേക്കാളും നല്ലത്. ലാസ്റ്റ് തിങ്, നമ്മുടെ പൗരത്വം എവിടെയാണ്? നേറ്റിവിറ്റി. ഇഫ് യു ആർ ഷുവർ ദാറ്റ് യു ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്, ഞാൻ ഈ ലോകത്തിൽ നിൽക്കേണ്ടവനല്ല, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ള ബോധ്യം നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മിഷണറി പ്രവർത്തനം നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഒരു മിനിമം ക്വാളിറ്റീസ് ആണ് പറഞ്ഞത്. ആകത്തുക എന്താണ്? യേശുവിൻ്റെ ഭാവവും യേശുവിൻ്റെ മനസ്സും നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് കർത്താവിൻ്റെ കൽപ്പന പോലെ തന്നെ ലോകമെങ്ങും പോയി സത്യസുവിശേഷം നന്നായിട്ട് പ്രഘോഷിക്കാനും അനേകർ യേശുവിലേക്ക് ആദായപ്പെടുത്താനും സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എവേക്ക്, ഉണരുക, എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. അക്നോളജ്, ദൈവത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക, അംഗീകരിക്കുക. പ്രോഗ്രസ്, നിങ്ങൾ മുന്നേറുക. ഹല്ലേലൂയ. നെവർ ഗോ ഡൗൺ, ട്രൈ ടു ഗോ അപ്പ്. ഹല്ലേലൂയ. നമ്മൾ താഴേക്ക് കുതിച്ച് വീഴാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, മേലേക്ക് ഉയർത്താൻ വേണ്ടി നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ അതിന് തക്കവണ്ണം ഉയരുക. ബിക്കോസ് ദ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. സമയം അതിക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വീണ്ടും ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? ഒരാളെയോ രണ്ടാമതൊരാളെയോ അല്ല, എല്ലാവരെയും തന്നെ, നമ്മൾ ഓരോരുത്തരെയും ഏറ്റവും വിഷമകരമായ അവസ്ഥയിൽ നിന്നും ദൈവ കർത്താവ് വിളിച്ചു വേർതിരിച്ചപ്പോൾ ദൈവം നമുക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഏതളവിലും അത് ചെയ്തെടുത്ത് നമ്മുടെ ദൗത്യം പൂർണ്ണമായ രീതിയിൽ ചെയ്തെടുക്കുവാനുള്ള കൃപ നമുക്ക് തരാൻ കർത്താവ് മതിയായവനാണ്. ഒറ്റ കാര്യം, ഇഫ് യു വാല്യൂ ജീസസ് ക്രൈസ്റ്റ്, ഡെഫിനറ്റ്ലി യു വിൽ ഡു ഇറ്റ്. ഇഫ് യു ഡോണ്ട് വാല്യൂ ഹിം, യു വോണ്ട് ഡു ഇറ്റ് ആൻഡ് യു വോണ്ട്. ഹല്ലേലൂയ. യേശുവിനെ വാല്യൂ ചെയ്തില്ല എങ്കിൽ, യേശു കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വാല്യൂ കൊടുത്തില്ല എങ്കിൽ, നിങ്ങളിപ്പോഴും പഴയതിനേക്കാൾ പിന്നത്തതിലേക്ക് പോകും. തമ്മിലടിച്ചും ബഹളമുണ്ടാക്കിയും കസാര വലിച്ചും കസാരയിൽ നിന്ന് തള്ളിയിട്ടിയും അവിടെയും ഇവിടെയും എല്ലാം ആക്രോശിച്ചും നമ്മുടെ സമയം വൃഥാവാക്കി കളയല്ലേ. ഹല്ലേലൂയ. ബിക്കോസ് ഈ ആയുസ് നമ്മൾ ദൈവത്തെ പോലെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ RCCയിൽ നമ്മൾ ഈ ഇരിക്കുമ്പോൾ, ഈ RCCയിലാകട്ടെ മെഡിക്കൽ കോളേജിലാകട്ടെ പല ആശുപത്രികളിലും പലരുടെ ജീവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് മരണക്കിടക്കയിലാണ്. മരണം പലരെയും കുലുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോഴും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് ഇനിയും നമ്മളെക്കുറിച്ച് പ്ലാനുണ്ട്. അത് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.